Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. ഈ ഒരു വീഡിയോയിൽ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും സബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ പറയാനുള്ളത്, സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രോബ്ലം 2 തിയറി ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 3 പ്രോബ്ലം 1 തിയറിയാണ് വരാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിയറിയുടെ പ്രപ്പോർഷൻ അവിടെ കൂടിയിട്ടുണ്ട്. ദെൻ മറ്റൊരു കാര്യം, ഈ ഒരു സബ്ജക്റ്റിൽ ടോട്ടൽ 4 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ മേ ബി പ്രോബ്ലം ആയിരിക്കാം, ഒരെണ്ണം എന്തായാലും കുറച്ച് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ ബാക്കി 3 കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാറ്. നമുക്ക് 2 എണ്ണമല്ലേ വേണ്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ പേപ്പറിലും എന്തായാലും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾ കാണാം. അത് കണ്ടിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ പേടിക്കരുത്. ബിക്കോസ് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് ഈസി ആയിട്ടുള്ളത് അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബ്ലം ആയിട്ട് എല്ലാ പ്രാവശ്യവും വരുന്നതാണ്. കമ്പൽസറി ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത് പ്രോസസ് കോസ്റ്റിംഗിലത്തെ ഒരു പ്രോബ്ലം ആണ്. നിർബന്ധമായും ആ ഒരു ചാപ്റ്റർ പഠിക്കുക. പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ തിയറി. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തിയറി പാർട്ട് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ആ ഒരു ടോപ്പിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതും നോക്കാം കേട്ടോ. ബട്ട് ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ബട്ട് ഇപ്രാവശ്യം അത് 3-ലോ അല്ലെങ്കിൽ 5-ലോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലമാണ് കണ്ടുവരാറ്. അതിൻ്റെ തിയറിയും കൂടിയും നോക്കി വെക്കുക. മേ ബി തിയറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു കാരണവശാലും അപ്പോൾ ഈ കാര്യം സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു ചാപ്റ്ററിലത്തെ. ഓക്കെ, അതാണ് ആദ്യത്തെ തരാനുള്ള സജഷൻ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ജോയിന്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കിന്റെ പ്രോബ്ലം ആണ്. ജോയിന്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മറ്റൊരു പ്രോബ്ലം അതിൻ്റെ. സോ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലമായിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലമായിട്ട് കണ്ടുവരാറുള്ളത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. സോ ഇതിൻ്റെ ഇത് ആണോ അതല്ലെങ്കിൽ ട്രഡീഷണൽ ബേസ്ഡ് കോസ്റ്റിംഗ് ആണോ? ട്രഡീഷണൽ കോസ്റ്റിംഗ് പ്രോബ്ലം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് വൺ ഏത് മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കൂടുതൽ തിയറി ടോപ്പിക്കുകളാണ്. സോ തിയറി ടോപ്പിക്കുകളിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് കമ്പൽസറി ആയിട്ടൊരു തിയറി വരാറുണ്ട്, എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. സോ ഒന്നുകിൽ എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്ക്, അങ്ങനെ നമുക്ക് ഒരു essay ചോദിക്കാം. അത് ഒരു സാധ്യത. അതല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റ് ടോപ്പിക്കുകൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. സാധാരണ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറാണ് പതിവ്. അതുമാത്രമല്ല നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും പ്രതീക്ഷിക്കാം എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിലുള്ള ഓരോ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുക, സബ്ഹെഡ് കൊടുത്ത് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പോവുക. ദെൻ അതിനേക്കാൾ ഉപരി കൂടുതൽ സെപ്പറേറ്റ് എടുത്തത് ചോദിക്കാറാണ് പതിവ്. അതിൽ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത് JIT തന്നെയാണ്.
JIT എന്താണ് അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാത്തിൻ്റെയും ഇങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കണ്ടേ. JIT ഉണ്ട്, ഞാൻ അതിൽ കുറച്ച് സജഷൻ തരാനുള്ള. JIT, അതുപോലെ തന്നെ കെയ്സൺ കോസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ് ഉണ്ട്, ഉണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് ഉണ്ട്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പം എമർജിങ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ എന്താണ് ഷോർട്ടാക്കി കുറച്ചീശെ കാണിക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിയറി സെപ്പറേറ്റ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഏതെങ്കിലും അല്ല, ഇതിൻ്റെ ഉള്ളിൽ വരുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം. പ്രൊഡക്ടിവിറ്റി നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ തിയറി കാണാൻ സാധിക്കും. പ്രൊജക്ട് ലൈഫ് സൈക്കിൾ ഉണ്ട്, ദെൻ TPM കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണെന്ന് പഠിച്ചിരിക്കണം. ദെൻ ഇതിൽ SAക്ക് ശരിക്കും സ്കോപ്പ് ഉള്ളത് JITക്ക് തന്നെയാണ്. പിന്നെ കെയ്സൺ ഉണ്ട്, വാല്യൂ ചെയിൻ അനാലിസിസ് ഉണ്ട്, മാറി ഒന്ന് പിടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു തിയറിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട്. ദെൻ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അത് 3 വെയിറ്റേജിലേക്ക് പിടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം SIക്ക് വന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വേണമെങ്കിൽ അത് 3 വെയിറ്റേജിലേക്ക് വന്നാലേ, ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത് SIക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ SIക്ക് സാധാരണ കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്കുകൾ. ദെൻ ഇതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിങ് ഉണ്ട്. ആ ഏരിയാസ് ഒക്കെ നമ്മൾ 3 വെയിറ്റേജിൻ്റെ എല്ലാമാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതുവരെയായിട്ട് അത് SIക്ക് കണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ 3 വെയിറ്റേജിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി സ്വാപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ബട്ട് SIക്ക് സ്കോപ്പ് ഉള്ള ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. മറ്റേ ത്രൂപുട്ട് അക്കൗണ്ടിങ്, ട്രാൻസ്ഫർ പ്രൈസിങ്, ഇതൊക്കെ നമ്മൾ 3 വെയിറ്റേജിൻ്റെയിലാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് സിയിലുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. നെക്സ്റ്റ് പാർട്ട് എയിലുള്ള ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളും, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.